എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ സാലഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഞാൻ ഡ്രസ്സിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് ഓറഞ്ച് ജ്യൂസാണ്. അപ്പോൾ ഓറഞ്ച് ജ്യൂസിന് പകരമായിട്ട് ലെമൺ ജ്യൂസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സാലഡ് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വെജിറ്റബിൾ സാലഡാണിത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അപ്പോൾ ഇന്ന് നമ്മൾ കളർഫുള്ളായിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസൊക്കെ വെച്ചിട്ടുള്ള ഒരു ഹെൽത്തി സാലഡാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് എല്ലാം എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ വെജിറ്റബിൾസൊക്കെ കഴുകിയെടുക്കാൻ വേണ്ടി ഞാനൊരു ബൗൾ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെള്ളമാണ് ചേർക്കുന്നത്. വെജിറ്റബിൾസ് എല്ലാം മുങ്ങിക്കിടക്കുന്ന രീതിയിലേക്ക് വെള്ളം നിറച്ച് വെക്കണം. ഇനി നമുക്കിതിലേക്ക് വൈറ്റ് വിനീഗറാണ് ചേർക്കുന്നത്. 1-2 ടേബിൾ സ്പൂൺ വിനീഗർ നമുക്കിതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് അല്പം കല്ലുപ്പും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു കുക്കുംബറാണ് എടുക്കുന്നത്. ഇതിൽ സ്കിന്നോട് കൂടി തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുക്കുംബർ വെള്ളത്തിലേക്ക് ചേർക്കാം. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു തക്കാളിയാണ്. രണ്ട് ബീൻസ് എടുത്തിട്ടുണ്ട്, ബ്രക്കോളി എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. എല്ലാം വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് നേരം സോക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. പിന്നെ എടുത്തിരിക്കുന്നത് ലെറ്റ്യൂസാണ്. ഒരു 5-6 ലീവ്സ് നമുക്ക് ഇതിനകത്ത് നിന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനത്തെ വെജിറ്റബിൾസും ലീവ്സ് എല്ലാം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കത് കഴുകിയെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. കൂടാതെ ഞാൻ എടുത്തിരിക്കുന്നത് രാജ്മയാണ്. ഇതെന്ന് പറയുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ രാജ്മ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം വേവിച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് സ്വീറ്റ് കോൺ ആണ്. ഞാനിവിടെ ഇപ്പോൾ ക്യാൻഡ് സ്വീറ്റ് കോൺ ആണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഇപ്പോൾ ഒരു പിടി ബ്രക്കോളിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം ഇതൊന്ന് കട്ട് ചെയ്ത ശേഷം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ബ്രക്കോളി നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഡയറക്റ്റായിട്ട് വെള്ളത്തിലിട്ട് വേവിക്കാൻ പാടില്ല, സ്റ്റീം ചെയ്തിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ബാക്കിയുള്ളതും കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രക്കോളി നമുക്ക് സ്റ്റീമറിൻ്റെ മുകളിലത്തെ തട്ടിലേക്ക് ചേർക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് നേരമാണ് സ്റ്റീം ചെയ്തെടുക്കേണ്ടത്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 2-3 ബീൻസും കൂടി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. അതിനത് സ്റ്റീമറിലൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് തട്ടെടുത്ത് വെച്ച ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലാണ് 10 മിനിറ്റ് നേരം നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് കുക്കുംബറിൻ്റെ 2 അറ്റവും കട്ട് ചെയ്ത ശേഷം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എൻ്റെ സ്കിന്നൊന്നും കളയുന്നില്ല. ഇതുപോലെ 4 കട്ട് ചെയ്ത ശേഷമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. സലാഡ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുക്കുംബർ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള രാജ്മ ചേർക്കാം. സവാള നമുക്ക് ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതും കട്ട് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ബ്രക്കോളിയൊക്കെ സ്റ്റീമറിൽ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും വെന്ത് കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം തണുക്കാനായിട്ട് വയ്ക്കാം. അതിനിതാ ബ്രക്കോളിയും ബീൻസും തണുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സാലഡ് ബൗളിലേക്ക് ചേർക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർക്കാം. ലെറ്റ്യൂസ് നമുക്ക് ചെറിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലെറ്റ്യൂസ് നമുക്ക് ബൗളിലേക്ക് ചേർക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു റെഡ് ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്ത് ചേർക്കുന്നത്. ഈ ഒരു വലുപ്പത്തിലാണ് റെഡ് ക്യാപ്സിക്കം കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഞാനൊരു മീഡിയം സൈസ് വലുപ്പമുള്ള തക്കാളിയാണ് എടുക്കുന്നത്. തക്കാളിയുടെ ഉള്ളിലത്തെ സീഡ് ഒന്ന് റിമൂവ് ചെയ്യാം. കാരണം ഇതിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ അല്ലെങ്കിൽ ഇറങ്ങി വരുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ചെറിയ ടൊമാറ്റോ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി.
ഈ തക്കാളിയുടെ ഈ പൾപ്പ് കളയേണ്ട ആവശ്യമില്ല. ഇത് കറിയിലേക്കോ അതല്ലെങ്കിൽ ഫേസ് പാക്ക് ആയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. തക്കാളി നമുക്ക് സ്ക്വയറായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും അതുപോലെ തന്നെ റെഡ് ക്യാപ്സിക്കമാണ് ചേർക്കുന്നത്. വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു സാലഡാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഞാൻ ക്യാരറ്റിൻ്റെ പകുതി ഒന്ന് പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. ഗ്രേറ്ററിൻ്റെ ഈ ഒരു വലിയ ഹോളിലൂടെയാണ് ഞാനിപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. ഒരു 1/4 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്താണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് സ്വീറ്റ് കോൺ ആണ്. അപ്പോൾ ക്യാൻഡ് സ്വീറ്റ് കോൺ ഞാൻ കഴുകി എടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്കിതിലേക്ക് ചേർക്കാം. ഓരോ സാലഡും വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ ഡ്രസ്സിങ്ങിലൂടെയാണ്. അപ്പം ഞാനിപ്പോൾ ഓറഞ്ച് ജ്യൂസിലാണ് ഈ ഒരു സാലഡ് ഡ്രസ്സിങ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസാണ് എടുക്കുന്നത്. അങ്ങനെ ഓറഞ്ചിനെ ഞാൻ 2ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജ്യൂസറിൽ വെച്ചിട്ടൊന്ന് ഇതിൻ്റെ ജ്യൂസ് ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഇനി നമുക്ക് പിഴിഞ്ഞ് വെച്ചിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് ഒരു പാത്രത്തിലേക്ക് ചേർക്കാം. ഇതിലാണ് നമ്മൾ സാലഡ് ഡ്രസ്സിങ് തയ്യാറാക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് മസ്റ്റാർഡ് സോസാണ്. 1 ടേബിൾ സ്പൂൺ മസ്റ്റാർഡ് സോസാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒലിവ് ഓയിലാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ നമുക്കിതിലേക്ക് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ. ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പെപ്പർ പൗഡർ ചേർക്കാം. ഞാനിവിടെ ഇപ്പോൾ 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒരു 1/2 തൊട്ട് 1/4 ടീസ്പൂൺ വരെ ഉപ്പ് ചേർക്കാവുന്നതാണ്. എന്നിട്ട് പെപ്പർ പൗഡറും അതുപോലെ തന്നെ സോൾട്ടും എല്ലാം നന്നായി മിക്സ് ആവുന്ന രീതിയിലൊന്ന് ഡ്രസ്സിങ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓറഞ്ച് ഇല്ലെങ്കിൽ ലെമൺ ജ്യൂസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഡ്രസ്സിങ് തന്നെ തയ്യാറാക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ദില്ലും കൂടി അരിഞ്ഞ് ചേർക്കാം. ഇത് സാലഡിലൊക്കെ ചേർക്കുന്ന ലീഫാണ്. അങ്ങനെ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ദില്ലും ഡ്രസ്സിങ്ങിലേക്ക് ചേർക്കാം. അങ്ങനെ നമ്മുടെ സാലഡ് ഡ്രസ്സിങ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സാലഡിലേക്ക് ചേർക്കാം. ഏതൊരു സാലഡിനും ടേസ്റ്റ് നൽകുന്നത് അതിൻ്റെ ഡ്രസ്സിങ് ആണ്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സാലഡ് ഡ്രസ്സിങ് ആണ് ഇതിൻ്റെ മുകളിലേക്ക് ചേർക്കുന്നത്. ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി 2 സ്പൂൺ വെച്ച ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കാം. എല്ലാ ഭാഗത്തേക്കും ഡ്രസ്സിങ് എത്തുന്ന രീതിയിലാണ് നമുക്കത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ സാലഡാണിത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. അങ്ങനെ ഇതാ ഞാൻ സാലഡ് ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി അല്പം ദില്ലും കൂടി സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഈ ഒരു വെജിറ്റബിൾ സാലഡ് വെയിറ്റ് ലോസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ ഞാൻ ചേർത്തിരിക്കുന്ന വെജിറ്റബിൾസിൽ എല്ലാം നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ കൂടിയിട്ട് ഉള്ളത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു സാലഡ് തയ്യാറാക്കാവുന്നതാണ്. അങ്ങനെ ഇതാ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സാലഡ് നിങ്ങൾ ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.